ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ സദ്യക്ക് മാത്രമല്ല, നമ്മൾ സാധാരണ ഒരു ദിവസം ഉണ്ടാക്കുന്ന സമയത്ത് കൂട്ടുകറിയുടെ കൂടെ അട്ടാറ് കോമ്പിനേഷനാണ് ഇഞ്ചി തൈര് അല്ലെങ്കിൽ രസം കേട്ടോ. അതും പിന്നെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ സദ്യ കഴിച്ച ഫീലാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. നമുക്ക് ഇതിനായിട്ട് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേന, പച്ചക്കായ, അതുപോലെ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല കേട്ടോ. കറുപ്പ് കടല, ബ്രൗൺ കടല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് എനിക്ക് നാടൻ ചേനയാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നാടൻ പച്ചക്കായ തന്നെ ഉപയോഗിക്കണം. നമ്മുടെ നാട്ടിലുള്ള വാഴയ്ക്ക ഉപയോഗിക്കണം കേട്ടോ, നേന്ത്രക്കായ. അപ്പം ഇത് ഞാൻ ഏകദേശം ഒരു 5 പേർക്കുള്ള ഒരളവാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചക്കായയിൽ ഞാൻ മുഴുവനും എടുത്തില്ല, ഇതിൻ്റെ ഒരു 3/4 ഞാൻ എടുത്തു കേട്ടോ. അതുപോലെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് തൊലി കളയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കട്ടിയുള്ള ഭാഗം വരുന്നില്ല, അത് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ എത്ര പച്ചക്കായ എടുക്കുന്നുണ്ടോ അത്രയും തന്നെ ചേനയും എടുക്കണം. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ ഏകദേശം കടല വണ്ണത്തിൽ വേണം, അല്ലെങ്കിൽ കടലയുടെ അതേ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലോട്ടിട്ട് വെക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ചൊരു കളറ് മാറ്റം ഉണ്ടാവും. ഇനി നമുക്ക് ആദ്യം തന്നെ കടല വേവിക്കാം. ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും മാത്രമേ, ഒന്ന് കംപ്ലീറ്റ് വെന്തതിന് ശേഷം നമ്മൾ നമ്മുടെ പച്ചക്കറികളും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യുക. ബൈ ദ ടൈം നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ, പച്ച തേങ്ങയാണ്, അതിനകത്തേക്ക് കുറച്ച് ജീരകവും അതുപോലെ ഒരല്പം മഞ്ഞളും ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ടങ്ങ് അരഞ്ഞു പോവണ്ട. അങ്ങനെ അത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ വറവൊഴിക്കാനുള്ള കാര്യങ്ങൾ, കുറച്ച് നന്നായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കണം. കുറച്ചധികം ഉണ്ടാവും വെളിച്ചെണ്ണ. പിന്നെ അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ എത്ര തേങ്ങ അരക്കാനെടുത്തോ അത്രയും തന്നെ വറവിടാനും ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് ചേർത്ത് നമ്മളൊന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും അതിൽ നല്ലോണം ഒന്ന് ആവി കയറി അത് നന്നായിട്ടൊന്ന് പാകമായിട്ടുണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, ഒരല്പം കുരുമുളക് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ തേങ്ങയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. അതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് ഒരല്പം മുളക് പൊടിയും പിന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വറവും കൂടെ റെഡിയായി. വറവ് നമ്മൾ ഈ കഷ്ണത്തിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഞാൻ കുരുമുളകിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമുക്ക് ഓപ്ഷണലാണ്, പക്ഷേ എന്നാലും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡിയായിട്ടുണ്ട്. ഇനിയൊരു കാര്യം കൂടെ ചെയ്യാം. നമ്മൾ കൂട്ടുകറി എല്ലാം റെഡിയായി ഇതിന് ശേഷം ചൂടോടുകൂടി ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കണം. പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യ എന്തായാലും ഒരു കൂട്ടുകറി, ഈ ഒരു രീതിയിൽ കൂട്ടുകറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.